സർക്കുലർ പുറപ്പെടുവിച്ചത് ഒരു ശിക്ഷാ നടപടിയായിട്ടല്ല. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ഞങ്ങളുടെ ഈ അന്തിമ നിർദ്ദേശം അനുസരിക്കാതെ ജൂലൈ 3 ശേഷവും ഏകീകൃത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികർ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നും പുറത്തുപോയതായി കണക്കാക്കപ്പെടും എന്ന വസ്തുത നിങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുന്നു. ഈ വൈദികർക്ക് 2024 ജൂലൈ 4 മുതൽ കത്തോലിക്ക സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്ന് ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ വിലക്കേർപ്പെടുത്തുന്നതാണ്. ഈ തീരുമാനം സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയർപ്പിക്കുന്ന എല്ലാ വൈദികർക്കും ബാധകമായിരിക്കും. 2024 ജൂൺ 9 ലീക്കായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും ചേർന്ന് പുറത്തുവിട്ട സർക്കുലറിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ പറഞ്ഞത്. ഈ കണിശമായ നടപടിക്കെതിരെ എറണാകുളം അങ്കമാലി അതിരൂപത വൈദികർ 2024 ജൂൺ 29 റിവോക്ക് പെറ്റീഷൻ അയച്ചിരുന്നു. ഈ പെറ്റീഷന് ഉത്തരമായി എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ 8/7/2024 വൈദികർക്ക് ഒരു കത്ത് അയച്ചു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: In my previous letter, response to your communication, appeal according to CCEO 999 dated 29 June 2024, sent via registered post with acknowledgement, email and WhatsApp, I informed that the circular was issued not as a penal precept directed at individual priests, and the act of filing a remonstration against it does not stand. I reiterate this statement in the present letter. Although the earlier response suffices, I am sending this communication for further clarity. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിൽ പറയുന്നത് സർക്കുലർ പുറത്തിറക്കിയത് അതിന് അധികാരപ്പെട്ടവർ തന്നെയാണ്. എന്നാൽ വൈദികർക്ക് വ്യക്തിപരമായി ശിക്ഷ പുറപ്പെടുവിക്കുന്ന ഒരു സർക്കുലർ അല്ല ഇത് എന്നാണ്. സർക്കുലർ പുറപ്പെടുവിച്ചത് ഒരു ശിക്ഷാ നടപടി ആയിട്ടല്ല. അതിനെതിരെ ഒരു പ്രതിഷേധം ഫയൽ ചെയ്യുന്ന നടപടി നിലനിൽക്കില്ല. ഇതാണ് യാഥാർത്ഥ്യം. എന്നാൽ പല മാധ്യമങ്ങളും വൈദികരുടെ അപ്പീൽ തള്ളി എന്നും പറഞ്ഞ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്തിനു വേണ്ടി ജൂൺ 9 സർക്കുലർ ഇറക്കി? വിശ്വാസികളെ തമ്മിൽ തല്ലിക്കാനും ഭയപ്പെടുത്താനും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അരാജകത്വം സൃഷ്ടിക്കുവാനും വേണ്ടി ബോധപൂർവം 2 ബിഷപ്പുമാർ തുനിഞ്ഞിറങ്ങി എന്നാണ് മനസ്സിലാക്കുക. ഈ അന്ത്യശാസനങ്ങളും സർക്കുലറും എറണാകുളം അങ്കമാലി അതിരൂപത നിസ്സാരമായാണ് കണക്കിലെടുക്കുന്നത്. വിശ്വാസികൾ ഈ സർക്കുലറുകളെയെല്ലാം കാണുന്നത് പരിഹാസ രൂപത്തിലാണ്. എന്തുകൊണ്ട് ഈ രാജകസേരയിൽ ഇരിക്കുന്ന ബിഷപ്പുമാർ ഇത് മനസ്സിലാക്കുന്നില്ല? വിശ്വാസികളെ മനസ്സിലാക്കാൻ മെത്രാന്മാർക്ക് സാധിക്കുന്നില്ല. സാധാരണ വിശ്വാസികളെ മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് ഈ പിതാക്കന്മാരുടെ തോൽവി. ആടിന്റെ മണം പിതാക്കന്മാർക്ക് വേണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. എന്നാൽ രാജാക്കന്മാരും ചക്രവർത്തിമാരുമാണെന്ന് വിശ്വസിക്കുന്ന ബിഷപ്പുമാർക്ക് അതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാകുന്നില്ല. വൈദികർക്ക് ശിക്ഷാ നടപടി ഇല്ല എന്ന് ഇപ്പോൾ പറഞ്ഞതിലൂടെ സിനഡ് 6.5 ലക്ഷം വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. വിശ്വാസികളെ, നിങ്ങൾ കേൾക്കുവിൻ. നന്ദി.